നിങ്ങൾ സോപ്പ് തിരഞ്ഞെടുക്കുന്നത് പരസ്യം കണ്ടിട്ടാണോ, മനോഹരമായ അതിന്റെ സുഗന്ധം നോക്കിയിട്ടാണോ, ഭംഗി കണ്ടിട്ടാണോ? കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൽ ഒരു വലിച്ചിലോ ഡ്രൈനെസ്സോ അനുഭവപ്പെടാറുണ്ടോ? പല സോപ്പുകളും പതിയുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിലെ സ്വാഭാവികമായ സുരക്ഷാ കവചം തകരുകയാണെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? പലപ്പോഴും നിങ്ങൾ അറിയാതെ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ സോപ്പല്ല, വളരെ ശക്തി കൂടിയ ഡിറ്റർജന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന പല സോപ്പുകളിലും തന്ത്രപരമായി അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില നമ്പറുകളുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, TFM. ഇതൊക്കെ എന്താണ്? ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും? നല്ലൊരു സോപ്പ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറഞ്ഞുതരാം. വെറും ശരീരം വൃത്തിയാക്കൽ എന്നതിലപ്പുറം സോപ്പിലെ രാസവസ്തുക്കൾ നിങ്ങളുടെ ഹോർമോണുകളെയും ഹൃദയാരോഗ്യത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് ഒരു സോപ്പിന്റെ ആയുസ് നിശ്ചയിക്കുന്ന ഒരു നമ്പറുണ്ട്. അതാണ് TFM. നമ്മൾ പാലിലൊക്കെ എത്ര വെണ്ണയുണ്ട് എന്ന് നോക്കുന്ന പോലെയാണ് സോപ്പിലെ TFM നമ്പർ. വെണ്ണ കൂടുമ്പോൾ പാലിന്റെ ഗുണം കൂടുന്നത് പോലെ TFM കൂടുമ്പോൾ സോപ്പിന്റെ ഗുണം കൂടും. ഇന്ത്യയിലെ മാനദണ്ഡങ്ങൾ പ്രകാരം 76% TFM ഉള്ളവയെ ഗ്രേഡ് 1 സോപ്പുകൾ എന്ന് പറയാം. TFM കുറയുന്തോറും സോപ്പിലെ ഫില്ലറുകളും രാസവസ്തുക്കളും കൂടുതലായിരിക്കും. കുറഞ്ഞ TFM ഉള്ള സോപ്പുകൾ ചർമ്മത്തെ അമിതമായി വരണ്ടതാക്കും, നീർക്കെട്ടുണ്ടാക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ചില സോപ്പുകളുണ്ട് ആന്റി ബാക്ടീരിയൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ രോഗാണുക്കളെ കൊല്ലുന്ന സോപ്പുകൾ സത്യത്തിൽ സുരക്ഷിതമാണോ? നമ്മൾ വീടിന്റെ ഉള്ളിലെ കളനെ പിടിക്കാൻ വീടിന് മൊത്തത്തിൽ തീയിടുന്ന പോലെയാണിത്. ചില ആന്റി ബാക്ടീരിയൽ സോപ്പുകൾ നല്ല ബാക്ടീരിയകളെയും കൊന്നൊടുക്കും. പല സോപ്പുകളിലും അടങ്ങിയിരിക്കുന്ന ട്രൈക്ലോസാൻ പോലുള്ള രാസവസ്തുക്കൾ ഹോർമോൺ വ്യത്യാസത്തിനും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനും കാരണമാകുന്നു. ഇത്തരം രാസവസ്തുക്കൾ നമ്മുടെ തലയിലെ ചർമ്മത്തിലൂടെയോ ശരീര ചർമ്മത്തിലൂടെയോ രക്തത്തിൽ കലരുമ്പോൾ ഹൃദയമിടിപ്പിന്റെ താളത്തെ പോലും ബാധിച്ചേക്കാം. മൂന്നാമതായിട്ട് നമ്മൾ അറിയേണ്ടത് സോപ്പിന് നല്ല സുഗന്ധവും നല്ല നിറമൊക്കെ ഉണ്ടാവും. പലപ്പോഴും അത് കണ്ടിട്ടാണ് നമ്മൾ സോപ്പ് തിരഞ്ഞെടുക്കുക. നമ്മൾ അറിയേണ്ടത് ആപ്പിളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് തിളങ്ങാൻ വേണ്ടിയിട്ട് മെഴുക്ക് പുരട്ടുന്ന പോലെയാണ് സോപ്പിൽ ഈ കൃത്രിമമായിട്ടുള്ള നിറങ്ങളും സുഗന്ധമൊക്കെ ഉണ്ടാവുക. ഇത് സോപ്പിന് നല്ല ഭംഗി കൊടുക്കുമെങ്കിലും ചർമ്മത്തിന് യാതൊരു ഗുണവുമില്ല. ഫ്താലേറ്റ് പോലുള്ള ഘടകങ്ങൾ സുഗന്ധം നിലനിർത്താൻ ചേർക്കാറുണ്ട്. ഇത് BPയെയും ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും ബാധിക്കുന്ന പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സുഗന്ധവും കളറും സോപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന വില്ലന്മാരാണ്. നാലാമത് നമ്മൾ അറിയേണ്ടത് സോപ്പിന് പകരം മറ്റൊരു വിദ്യ ഉണ്ട് കേട്ടോ. അതാണ് സിന്തറ്റിക് ബാറുകൾ. എന്താണ് സിന്തറ്റുകൾ? സാധാരണ സോപ്പുകൾ ആൽക്കലൈൻ സ്വഭാവമുള്ളവയാണ്, അതായത് ഉയർന്ന pH ഉണ്ടാവും. ഇത് നമ്മുടെ ചർമ്മത്തിന്റെ സ്വാഭാവികമായ അസിഡിറ്റിയെ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ സിന്തറ്റിക് ബാറുകൾ ചർമ്മത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള അതേ pH നിലനിർത്തുന്നുണ്ട്. ചർമ്മത്തിന്റെ pH സാധാരണയായിട്ട് 5.5 ആണ്. എന്നാൽ സാധാരണ സോപ്പുകളുടെ pH ആവട്ടെ 9 മുതൽ 10 വരെയാകാം. ഇത് ചർമ്മത്തിലെ ലിപ്പിഡുകളെ നശിപ്പിക്കുന്നു, ചിലർക്കെങ്കിലും അലർജികൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഹൃദ്രോഗികളും പ്രമേയ രോഗികളും ചർമ്മത്തിലെ അണുബാധകൾ ഒഴിവാക്കാൻ സിന്തറ്റിക് ബാറുകളാണ് ഏറ്റവും നല്ലത്. ഇനി കടയിൽ പോകുമ്പോൾ നല്ലൊരു സോപ്പ് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഗ്രേഡ് 1 സോപ്പുകൾ മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഏത് സോപ്പ് വാങ്ങിക്കുമ്പോഴും അതിന്റെ കവറിന്റെ പിന്നിൽ നോക്കുക. TFM ചുരുങ്ങിയതൊരു 76% ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് നിങ്ങളുടെ ചർമ്മത്തിന് കൂടുതൽ ഈർപ്പവും സംരക്ഷണവും നൽകും. രണ്ടാമത്തത്, ടോയ്ലറ്റ് സോപ്പും ബാത്തിംഗ് ബാറും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാം. TFM കുറഞ്ഞവയെ ബേത്തിംഗ് ബാർ എന്ന് വിളിക്കാം. ഇതിൽ ഡിറ്റർജന്റുകൾ കൂടുതലായിരിക്കും. എന്നാൽ ടോയ്ലറ്റ് സോപ്പിൽ TFM കൂടിയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ടോയ്ലറ്റ് സോപ്പ് എന്ന് ലേബൽ ചെയ്ത ഗ്രേഡ് 1 സോപ്പുകൾ മാത്രം തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ കാര്യം, കടുത്ത സുഗന്ധമുള്ള സോപ്പുകളിൽ രാസവസ്തുക്കൾ കൂടുതലായിരിക്കും. നേരിയ സുഗന്ധമുള്ളതോ തീരെ സുഗന്ധമില്ലാത്തതോ ആയ സോപ്പുകൾ ഉപയോഗിക്കുന്നതാണ് ഹൃദയാരോഗ്യത്തിനും ശ്വാസകോശത്തിനും നല്ലത്. നാലാമത്തത്, നിങ്ങളുടെ ചർമ്മം വരണ്ടതാണെങ്കിൽ അഥവാ സ്കിൻ ഡ്രൈ ആണെങ്കിൽ സിന്തറ്റ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പ്രായമായവരും പ്രമേഹ രോഗികളും ചർമ്മത്തിന് തിളക്കം നിലനിർത്താൻ സോപ്പിന് പകരം സിന്തറ്റ് ഉപയോഗിക്കുക. അഞ്ചാമത്തത്, വെളിച്ചെണ്ണ, വേപ്പെണ്ണ, ഗ്ലിസറിൻ ഇതൊക്കെ അടങ്ങിയ സോപ്പുകൾ ചർമ്മത്തിന് ഒരു കവചമായി പ്രവർത്തിക്കും. ഈ കവചം മറ്റു കെമിക്കലുകൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് തടയാൻ സഹായിക്കുന്നു. അനാവശ്യമായ കെമിക്കൽ അടങ്ങിയ ആന്റി ബാക്ടീരിയൽ സോപ്പുകൾ ഒഴിവാക്കുക. നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സോപ്പിന്റെ കവർ ചെക്ക് ചെയ്യുക. അത് ഗ്രേഡ് 1 ആണോ ഗ്രേഡ് 3 ആണോ കമന്റ് ചെയ്യുക.